പിണറായി വിജയനും സർക്കാരിനും മറുമരുന്നൊരുക്കുകയാണ് പി.വി. അൻവർ. കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് വെക്കാൻ അൻവർ തയ്യാറല്ല. പരമാവധി MLA-മാരെയും ചാക്കിട്ട് തനിക്കൊപ്പം നിർത്തിയതിന് ശേഷമാണ് പി.വി. അൻവർ അറസ്റ്റിനായി ഒരുങ്ങിയത് പോലും. LDF-ന്റെ ഭൂരിപക്ഷം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CPM-മായി ഇടഞ്ഞു നിന്നിരുന്ന രാജേന്ദ്രനുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. ഒരുമിച്ച് നിന്നാൽ നേട്ടം കൊയ്യാമെന്ന ധാരണയിലാണ് ഇരുവരും കണ്ടുപിരിഞ്ഞത്. പൂർണ്ണമായും BJP സാധ്യത തള്ളാതെ നിൽക്കുന്ന സമയത്താണ് രാജേന്ദ്രൻ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത്. UDF പ്രവേശനവും സ്വപ്നം കാണുന്ന അൻവർ CPM നേതാക്കളെ കൂടെ കൂട്ടാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണിപ്പോൾ. പാർട്ടി ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി LDF-ലെ 3 MLA-മാരുമായി അൻവർ നിരവധി തവണ ചർച്ചകൾ നടത്തി കഴിഞ്ഞു. തന്റെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിച്ച് UDF-മായി വിലപേശുക എന്ന തന്ത്രം തന്നെയാണ് അൻവർ പുറത്തെടുക്കുക. അങ്ങനെ പി.വി. അൻവർ ഉൾപ്പെടെ UDF-ലേക്ക് ഇപ്പറഞ്ഞ 3 MLA-മാർ കൂടി പോരുകയാണ് എങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്നത് പിണറായി സത്തിന്റെ അടിത്തറ ഇളകുന്നത് തന്നെയാവും. കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ CPM-ന്റെ കൂടെ നിന്ന് അവരുടെ എല്ലാ ചതികളും നെറുകേടുകളും കണ്ടും കൊണ്ടും അനുഭവിച്ചു മറിഞ്ഞ ഇവർ വാ തുറന്നാൽ പിണറായി വിജയനും കൂട്ടരും കൊന്നതിന്റെയും തിന്നതിന്റെയും വെട്ടിപ്പിടിച്ചതിന്റെയും എല്ലാം കണക്കുകളും തെളിവുകളടക്കം പുറത്തു വരും. അതുകൊണ്ട് തന്നെ അൻവറിന് പിന്നാലെ പോകാനിരിക്കുന്ന 3 MLA-മാരുടെയും നാവിനെയും എന്തിനേറെ അവരുടെ ഫോണിനെ പോലും പിണറായി വിജയൻ ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വന്തം നിഴലിനെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ ഭയമുള്ള CPM-കാരന് കൂട്ടം തെറ്റി പുറത്ത് ചാടി ശത്രുപക്ഷത്തേക്ക് മാഞ്ഞ സ്വന്തം മിത്രത്തെ ഭയപ്പെട്ടേ മതിയാകൂ. അൻവറിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ് ചെയ്തിരിക്കുന്നത്. കൂറുമാറ്റം തന്നെയായിരിക്കും ഇനി കേരള ജനത കാണാൻ പോകുന്നത്. ഒരു ഡസൻ കൂറുമാറ്റം. പിണറായി സർക്കാരിന്റെ പോലീസ് മുറിയുടെ ഇരയായി അൻവർ ചിത്രീകരിക്കപ്പെടുകയും അതുവഴി UDF-ന്റെ പിന്തുണ നേടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലാകുന്നതുവരെ ഇടക്കാലം കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒട്ടും തന്നെ പ്രസക്തനല്ലാതിരുന്ന നേതാവാണ് പി.വി. അൻവർ. ഉപതിരഞ്ഞെടുപ്പിൽ വൻ ഹൈപ്പുണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും എല്ലാം തന്നെ പാളിപ്പോയതോടെ കരുത്ത് ചോർന്ന അൻവർ ഇനി എങ്ങോട്ട് എന്ന ചിന്തയിലായിരുന്നു. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്കുള്ള പോക്ക് സാധ്യമല്ല എന്ന ബോധ്യം അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും UDF മുന്നണിയിൽ കയറാനുള്ള തീവ്രമായ ശ്രമമാണ് അൻവർ നടത്തിയത്. ആ ശ്രമത്തിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തിൽ കണ്ടത്. വാർത്തകളിൽ നിന്നും അപ്രസക്തനായി മാറിയ ഘട്ടത്തിലാണ് അൻവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതും ആക്രമണത്തിൽ കലാശിക്കുന്നതും. ഇതോടെ പോലീസ് സ്വാഭാവിക നടപടി എന്ന നിലയിൽ കേസെടുത്തു. അടുത്ത നടപടി എന്ന നിലയിലാണ് അറസ്റ്റിലേക്ക് കടന്നത്. ഈ അറസ്റ്റ് അൻവറും പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പോലീസ് നടപടി മാധ്യമങ്ങളിലൂടെ സജീവമായതോടെ അറസ്റ്റും ജയിൽവാസവും UDF-ലേക്കുള്ള പാലമായി മാറ്റുകയാണ് അൻവറും കൂട്ടുകാരും. പിണറായിക്കെതിരെ പ്രതികരിക്കുന്ന നേതാവ് എന്ന പ്രതീതിയും അൻവറിനുണ്ട്. അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ചാണ് ഇന്നീ നിമിഷം വരെ ചർച്ചകൾ ഏറെയും നടന്നത്. അൻവറിന്റെ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്ത് വന്നതോടുകൂടി അത് അൻവറിന് അനുകൂലമായി മാറുകയാണിപ്പോൾ. UDF പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നയിക്കാൻ പോലീസ് നടപടിയിലൂടെ സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത.